ഒരാൾ സന്യാസം സ്വീകരിക്കുന്നത് സ്വമേധയ അല്ലാതെ ചെറുപ്പത്തിൽ തന്നെ സന്യാസ ജീവിതത്തിലേക്ക് നയിക്കുന്ന സമ്പ്രദായമുണ്ടല്ലോ, അത്യബദ്ധാണത്. കാരണം ഒരാൾക്ക് സന്യാസത്തിലേക്ക് പ്രവേശം നൽകുന്നത് ഉറച്ച വിവേക വൈരാഗ്യങ്ങളാണ്. യദഹരേവ വിരജേത് തദഹരേവ പ്രവ്രജേത്. ഏത് പകലാണോ വിവേകപൂർണമായ വൈരാഗ്യം സുദൃഢമാകുന്നത്, ആ പകൽ തന്നെ സന്യസിച്ചോളൂ എന്നാണ് ശ്രുതി. വൈരാഗ്യമാണ് സന്യാസത്തിലേക്ക് നയിക്കുന്നത്. തത്വജിജ്ഞാസയാണ് സന്യാസത്തിലേക്ക് നയിക്കുന്നത്. അത് വേറെ ആരെങ്കിലും ഒഴിഞ്ഞു വെച്ചിട്ട് ആക്കി തീർക്കേണ്ടതല്ല. പക്ഷേ ഈ ചോദ്യത്തിന് വളരെ വസ്തുതയുണ്ട്. കാരണം ചില പാരമ്പര്യ മഠങ്ങളിലൊക്കെ കുട്ടികളാവുമ്പോൾ അവിടത്തേക്ക് കൊണ്ടുപോയി പഠിപ്പിച്ച് സന്യാസി ആക്കുന്ന ഇടപാടുണ്ട്. സന്യാസി ആക്കുക, അയാളുടെ ഉള്ളിലെ വാസനാജാലങ്ങൾ, അയാളുടെ ഉള്ളിലെ വൈഷയികങ്ങളായ താല്പര്യങ്ങൾ എന്താണെന്നുള്ളത് പിന്നെ പ്രായമാകുമ്പോൾ അല്ലേ അഭിവ്യക്തമാവുള്ളൂ. എന്നിട്ട് നേറി കഴിയന്നെ. അങ്ങനെ ആക്കേണ്ടതാണോ സന്യാസി? അല്ല. വിവേകവൈരാഗ്യങ്ങളുടെ പൂർണ്ണതയിൽ ഒരാൾ തത്വജിജ്ഞാസുവായി സന്യാസം സ്വീകരിക്കട്ടെ, നല്ലതാണ്. അല്ലാതെ ചെറുപ്പത്തിൽ തന്നെ സന്യാസ ജീവിതത്തിലേക്ക് നയിക്കപ്പെടുന്ന ആ സമ്പ്രദായം ശരിയല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. പണ്ട് മലയാളത്തിൽ തന്നെ പ്രസിദ്ധമായൊരു സിനിമ ജയരാജൻ സംവിധാനം ചെയ്തത്, അത് തന്നെ, ആ സാധനം തന്നെ ഉണ്ടായിരുന്നു. നല്ല ഒന്നാന്തരം സിനിമയാണ്. അതൊന്നും വെറുതെ പറയണതല്ല. പക്ഷെ അവിടെ ആ ഗുരുനാഥൻ്റെ മഹത്വം കൊണ്ട് ആശ്രമത്തിൽ നിന്ന് ഓടിപ്പോയ കുട്ടി തിരിച്ച് ഓടുന്നതോടു കൂടിയാണ് സിനിമ കഴിയുന്നത്. അത് ഗുരുനാഥൻ്റെ മഹത്വമാണ്. നേരെ മറിച്ച് ക്രിസ്ത്യൻ സഭകളിലൊക്കെ ഉണ്ട്, കന്യാസ്ത്രീയാവാൻ ഒഴിഞ്ഞു വെക്കുക, വികാരിയാവാൻ ഒഴിഞ്ഞു വെക്കുക. അവരുടെ ജീവിതം എത്ര നേറിപ്പുകയെന്നുള്ളത് വേറൊരാൾക്കറിയോ? അതുപോലെ തന്നെയാണ് മറ്റൊരാളുടെ നിർബന്ധം അനുസരിച്ചോ അല്ലെങ്കിൽ ജ്യോതിഷപ്രകാരം സന്യാസയോഗം ഉണ്ടെന്ന് കണ്ടിട്ടൊക്കെ സന്യാസിയാക്കാൻ ശ്രമിക്കുന്നത്. അത്യപകടമെന്നേ പറയാനുള്ളൂ.